മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് നാട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം 5:30 ആയി. 6 മണിക്ക് തെങ്കാശിയിൽ നിന്നൊരു ബസ്സുണ്ട്. അതൊരു 6:10 ആകുമ്പോൾ ഇവിടെ ബോർഡറിൽ വരുമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 7:45 കാണിക്കുന്നത്. ചിലപ്പോൾ അതിനിടയിൽ പുനലൂർ ബസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണും. ഈ കാണിക്കുന്ന സമയത്ത് തന്നെ ബസ് വരണമെന്നില്ല. അങ്ങനെ അപ്പോൾ ഞാനും കിക്കിമോളും വേഗം റെഡിയാവുകയാണ് കേട്ടോ. ഞാൻ റെഡിയായി. അപ്പോൾ കിക്കിമോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് വേഗം, ഞാൻ ഡ്രസ്സൊന്നും എടുത്ത് ബാഗിൽ വെച്ചിട്ടില്ല. അപ്പോൾ വേഗം നമുക്ക് പാക്ക് ചെയ്തിട്ട് ഇറങ്ങാം. ഇതെനിക്ക് എപ്പോഴും ഉള്ളൊരു സ്വഭാവമാണ് കേട്ടോ. എവിടെയെങ്കിലും പോകുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ പാക്ക് ചെയ്യാന്നുള്ളത്. അത് നല്ല സ്വഭാവമാണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചെടുത്ത് ഇതാണ് വർക്കാവുന്നത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ എല്ലാം നേരത്തെ എടുത്ത് വെച്ചിട്ട് പോകുന്ന സമയമാകുമ്പോൾ അത് വെച്ചോ ഇത് വെച്ചോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പിന്നെ ബാഗിൽ നിന്ന് പുറത്തെടുത്ത് നോക്കേണ്ടി വരും. അതിനേക്കാളും നല്ലതാണല്ലോ ഒറ്റവട്ടം പാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ ഏതെങ്കിലും ടേബിളിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പോകുന്നതിന് തൊട്ട് മുമ്പ് അത് നമ്മൾ ബാഗിലോട്ട് കയറ്റും. പിന്നെ ഈ അവസാന നിമിഷം എടുക്കുന്ന ചീപ്പ് ചാർജ് അതൊക്കെ മറന്നു പോകാതിരിക്കാനും ഇത് ഉപകരിക്കും. പിന്നെ ഞാനിങ്ങനെ ലോങ് ട്രിപ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ടിക്ക് ചെയ്താണ് കേട്ടോ ബാഗിലോട്ട് കയറ്റുന്നത്. ഇതിപ്പം ഒരു ദിവസത്തേക്ക് നാട്ടിലോട്ട് പോവല്ലേ. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ പുതിയ ബാഗ് ഓപ്പൺ ചെയ്യുന്നത് കണ്ടില്ലേ, ഇത് അതിനേക്കാളും 3 കൊല്ലം മുമ്പേ ഉള്ള ബാഗാണ് കേട്ടോ. ഡെയിലി സച്ചു ജോലിക്ക് കൊണ്ടുവന്ന ബാഗാണ്. അതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് ഞങ്ങൾ പിന്നെ ഇപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. 800 എത്രയോ രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് 3 കൊല്ലം മുമ്പ്. ഇപ്പം ഓഫർ വന്ന സമയത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 600 സംതിങ് രൂപയ്ക്ക് കിട്ടിയതാണ്. കറക്റ്റ് റേറ്റ് ചോദിച്ചാൽ ഞാൻ കമൻറ്റിൽ പറയാം കേട്ടോ. എനിക്കിപ്പം വോയിസ് കൊടുക്കുന്ന സമയത്ത് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അനുവിൻ്റെ കണ്ടിട്ടാട്ടോ, എൻ്റെ ഫ്രണ്ട് അവളുടെ കണ്ടിട്ടാണ് ഞങ്ങൾ വാങ്ങിയേ. അവളുടെ നല്ല ക്വാളിറ്റി ആയിരുന്നു കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ കണ്ടിട്ട് സച്ചുവിൻ്റെ ഓഫീസിലൊരു ചേട്ടൻ വാങ്ങി. പിന്നെ ഒരു മേഡത്തിനൂടെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഫ്ലിപ്കാർട്ടിലെ ഓഫർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിയില്ല. അങ്ങനെ നമ്മൾ നേരെ 6-7 ആയപ്പോൾ നമ്മൾ ചെങ്കോട്ട ബോർഡറിൽ എത്തി കേട്ടോ. ഓട്ടോയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയതും ബസ് വന്നതും ഒരുമിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഒരു 9-9:30 ആയപ്പോഴത്തേന് കൊല്ലത്തെത്തി. ഇത് അഞ്ചാലുമൂട് വന്നതാണ് കേട്ടോ. അവിടെ വന്നിട്ട് സച്ചു ഞങ്ങളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ, രാവിലെ ഒരു ചായ പോലും കുടിക്കാതെ ഇറങ്ങി ഓടിയതാണ്. കാരണം സമയം ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിന്ന സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ, സ്വാമി കഞ്ഞി. അപ്പം വീട്ടിൽ ഒരു അമ്മൂമ്മയുണ്ട്, തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ കിക്കിക്ക് ഷാർജ കുടിക്കണം. കിക്കിക്ക് ഷാർജ എപ്പോൾ കൊടുത്താലും ഭയങ്കര സന്തോഷം. ഒരു ഷാർജ അല്ല കേട്ടോ, അവൾ 2 ഷാർജ കൊടുത്താലും കുടിക്കും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പോയിട്ട് ഷാർജ കുടിച്ച് ആ ചേച്ചിയോട് സച്ചു ഇങ്ങനെ പറയുകയാണേ, കട തുടങ്ങിയിട്ട് ആദ്യമായിട്ടായിരിക്കും 9 മണിക്ക് മുമ്പ് ചേച്ചി ഷാർജ അടിക്കുന്നതെന്നുള്ളത്. കാരണം എല്ലാവരും ഈ ഒരു സമയത്തല്ലല്ലോ, ക്ഷീണമൊക്കെ വരുമ്പോഴല്ലേ തണുപ്പൊക്കെ കുടിക്കുന്നത്. രാവിലെയൊക്കെ ആരാ പോയിട്ട് ഷാർജ കുടിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാനും ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കും. എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ കുടിക്കാനായിട്ട്. പിന്നെ ഇത് രാവിലെ തന്നെ വാങ്ങിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ആയതുകൊണ്ട് തന്നെ തെങ്കാശിയിലല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിലുള്ള ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നാട്ടിൽ പോകുമ്പോഴാട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നാട്ടിൽ ചെന്നപ്പോൾ ഇവിടെ ഷാർജ ഇല്ലെന്നല്ല, എന്നാലും നാട്ടിലോട്ട് പോകുമ്പോൾ അവൾക്കൊരു സന്തോഷം മേടിച്ചു കൊടുക്കും, മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മോളാട്ടോ ഇത്. അവരുടെ വീട്ടിലാണ് കഞ്ഞി കുടിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് അച്ചുവും പിന്നെ അവിടുത്തെ ഇളയ മോനും അവിടുത്തെ ചേട്ടനും പിന്നെ വേറെ അവരുടെ തന്നെ ചേട്ടനും അവിടെയുള്ള പിന്നെ അച്ചുവിൻ്റെ ഫ്രണ്ടും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടെ അവർ മലയ്ക്ക് പോകുന്നത്. ഇന്ന് വൈകുന്നേരം പോകും. അപ്പോൾ നമ്മൾ പോയിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോയി ഞങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് നേരെ കല്യാണത്തിന് ചെന്ന്. അപ്പോൾ കല്യാണത്തിന് ചെന്നിട്ട് ഞങ്ങൾ ചോറുണ്ടില്ല കേട്ടോ. ചോറുണ്ടുന്നതിനേക്കാളും മുമ്പായിട്ട് നമുക്ക് ഒരു സോഡ നാരങ്ങ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചുവും ഞങ്ങൾ കുറച്ച് അടുത്ത് ഒരു കടയിൽ സോഡ നാരങ്ങ കുടിക്കാൻ വന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കിക്കി ഷാർജ കുടിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോഡ നാരങ്ങകളും കുടിക്കുക എന്നുള്ളത്. അങ്ങനെ കുടിച്ചു. പിന്നെ വന്നിട്ട് സദ്യ കഴിച്ചു. ഞാനും സച്ചു ഒന്നും അങ്ങനെ സദ്യ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല കേട്ടോ. കിക്കി പക്ഷേ പായസം കുടിച്ച് എല്ലാം കഴിഞ്ഞിട്ടേ എണീക്കും. ഞാനും ലാസ്റ്റ് മോരും കൂട്ടി കഴിക്കുമെങ്കിലും എനിക്ക് സദ്യ അത്ര ഫേവറേറ്റ് ഒന്നുമല്ല. എന്നാൽ അതിൻ്റെ സൈഡിൽ പറഞ്ഞ പോലെ ഇച്ചിരി ബീഫ് കറിയോ ഇച്ചിരി ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം വൃന്ദയുടെ നിഖിലിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. മെയിനായിട്ട് ഞങ്ങൾ വന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. കാരണം അന്ന് ഗോവയിൽ പോകുമ്പോൾ തൊട്ടേ അവർ വിളിക്കുകയാണ് നാട്ടിൽ വരണേ ആനിവേഴ്സറിക്ക് എന്നുള്ളത്. അവരങ്ങനെ വലുതായിട്ട് സെലിബ്രേഷനൊന്നും ഇല്ല, നമ്മൾ അമ്മയും പിന്നെ ഞങ്ങളും അത്രയേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അവൾ തൊട്ടടുത്ത അവിടെ ഒരു വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുക. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ, കേശവൻ ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ ഇപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ട ആ ഒരു ശബ്ദം
അത് എൻ്റെ ചുമയാണ് കേട്ടോ. മൈഗ്രെയിൻ എടുത്ത് വൊമിറ്റ് ചെയ്ത് ഒരു പരുവായിട്ട് ഞാൻ നിൽക്കുകയാണ്. രാവിലെ നാട്ടിലെത്തിയപ്പോൾ തൊട്ടേ ഞാൻ പറയാമെന്ന് വെച്ചാൽ എനിക്കൊരു പീസ് കേക്ക് കഴിക്കണം, ആനിവേഴ്സറി ആണല്ലോ, കേക്ക് വൈകുന്നേരം കിട്ടും. എന്നാലും കിക്ക് ഷാർജ കുടിച്ചപ്പം അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു കേക്ക് വാങ്ങി തിന്നാലോ എന്ന് എനിക്കിങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ വെച്ച് വേണ്ട, എന്തായാലും ആനിവേഴ്സറി ഉണ്ട്, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. എന്ത് പറഞ്ഞാലും അതിനകത്ത് നിന്ന് ഒരു പീസ് കേക്ക് പോലും കഴിക്കാനുള്ള ഒരു ആരോഗ്യം എൻ്റെ ശരീരത്തിന് അന്നേരം ഇല്ലായിരുന്നു കേട്ടോ. ചെറിയൊരു സമ്മാനം. രണ്ടുപേരുടെ നിൽക്കേ അവർക്ക് വലിയ കാറും ചെറിയ വീഡിയോ ആടേ മോശം ചെയ്യണ്ട. വെട്ടക്കുറവാന്നാലും കുഴപ്പമില്ല. ലൈറ്റ് ഇതേ ഉള്ളമ്മ. നമ്മൾ തലവേദനയുടെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയിൽ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് മുമ്പ് തന്നെ വൃന്ദയും നീലും കിക്കിമോക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ചെയിൻ. അപ്പം അതും അവളുടെ കയ്യിലിട്ട് കൊടുത്ത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ നമ്മുടെ തലവേദന കാരണം എന്താണെന്ന് വെച്ചാൽ, തലവേദന എടുത്ത് വീട്ടിൽ നിന്ന് വൊമിറ്റ് ചെയ്തിട്ടാണല്ലോ വന്നത്. വൃന്ദയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും വൊമിറ്റ് ചെയ്ത്. എനിക്കറിയായിരുന്നു ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയാണ് എനിക്കുള്ളതെന്ന്. പക്ഷേങ്കിൽ ഇവരുടെ ആരുടെയും സന്തോഷം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരുതി ഓക്കെ ഇവരുടെ കൂടെ തന്നെ എൻജോയ് ചെയ്ത് നിൽക്കാം, ഹോസ്പിറ്റലിലൊന്നും പോകണ്ടാന്ന്. പക്ഷേ എൻ്റെ മൈഗ്രെയിൻ എന്നെ അതിന് അനുവദിച്ചില്ല. നമ്മൾ തിയേറ്ററിൽ വന്നു, വൃന്ദയുടെ വീട്ടിൽ വെച്ച് വൊമിറ്റ് ചെയ്തു, പിന്നെ വരുന്ന വഴിക്ക് വൊമിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കാണാൻ വേണ്ടി കയറി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കയറിയിട്ട് ഞാൻ ഇങ്ങനെ സായി പല്ലവി ആ സ്ക്രീനിൽ കണ്ടു, ഒരു 2 സെക്കൻഡ് എങ്ങാനും കണ്ടു എന്നുള്ളതല്ലാതെ പിന്നെ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. ഞാൻ സച്ചുവിൻ്റെ കയ്യിൽ ഇൻ്റർവെൽ വരെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ ആയപ്പം വീണ്ടും എണീറ്റ് സ്ക്രീനിൽ നോക്കി വൊമിറ്റ് ചെയ്യാൻ വന്നു, പുറത്ത് വന്ന് വൊമിറ്റ് ചെയ്തു. പിന്നെയും തിയേറ്ററിൽ കയറി. പിന്നെ വീണ്ടും ഞാൻ ജസ്റ്റ് ഇങ്ങനെ എണീറ്റ് സ്ക്രീനിലോട്ടൊന്ന് നോക്കി, അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ പുറത്ത് വന്നിട്ട് അവിടുത്തെ സോഫയിൽ കിടക്കുമായിരുന്നു. അവിടെ നിന്ന് എണീറ്റ് വൊമിറ്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, വൊമിറ്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ 8 പ്രാവശ്യം ഞാൻ വൊമിറ്റ് ചെയ്ത്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എങ്ങോട്ടും പോകാൻ നിന്നില്ല, ഫുഡ് കഴിക്കാനോ ബീച്ചിലോ ഒന്നും പോയില്ല. എല്ലാം നമ്മുടെ പ്ലാനിലുള്ളതായിരുന്നു. നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു. വൃന്ദയുടെ നിഖിലിനെയും വീട്ടിൽ പോയി. നേരെ ഞാൻ അവിടെ ചെന്നിരുന്ന് ഉറങ്ങി കേട്ടോ. അവർ പിന്നെ ഫുഡൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി. ഫുഡ് വാങ്ങിയിട്ട് വന്ന് നമ്മൾ അവിടെ നിന്ന് കഴിച്ച് പിന്നെ അന്നത്തെ ദിവസം അവിടെ തന്നെ കിടന്നു കേട്ടോ. പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് വൃന്ദയുടെ അമ്മ നല്ല ദോശയും സാമ്പാറും ഒക്കെ ആക്കി തന്ന് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ മാർക്കറ്റിൽ കയറി വീട്ടിലേക്ക് തണ്ട മീനൊക്കെ വാങ്ങിയിട്ട് നല്ല തേട് കിട്ടിയിട്ടുണ്ടായിരുന്നു, മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പാത്രത്തിൽ 3 ചാളയേ ഉള്ളെങ്കിലും ഞാനൊരു 7 ചാള വറുത്തതും ആ ചോറും ചീനിയും മീൻകറിയും എല്ലാം കൂടെ കഴിച്ചു. ഒന്ന് വിട്ടുപോയി അതിൻ്റെ സൈഡിലിരിക്കുന്ന കൊഞ്ച് വറുത്തത്, അത്രയല്ല കേട്ടോ, വേറെ പാത്രത്തിലിരുന്നതൊക്കെ ഞാൻ വാരി വാരി കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലെ ചോറും മീൻകറിയൊക്കെ ആയിട്ട് കഴിക്കാൻ. വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നു, പിന്നെ ആതിരയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചു മലയ്ക്ക് പോയേക്കുവാണല്ലോ, അപ്പം മലയ്ക്ക് പോയിട്ട് ഇങ്ങോട്ട് വരും. അപ്പം ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു മടിച്ചിയാണല്ലോ, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ഞാനൊന്നും ചെയ്യാറില്ല. സച്ചു ചീനിയൊക്കെ പൊളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക്. ഞാനൊന്നും ചെയ്യാറില്ല. എൻ്റെ വീട്ടിൽ പോയാൽ ഞാൻ ജോലി ചെയ്യാറില്ല. ഞാനങ്ങനെ അഹങ്കാരത്തോടൊക്കെ സച്ചുവിൻ്റെ അടുത്ത് പറയും കേട്ടോ. അങ്ങനെ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അമ്മയെ കൊണ്ടിട്ട് ജോലി ചെയ്യിക്കുന്നതെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ ജോലി ചെയ്യാത്ത. ആതിരയും സച്ചുവും ഒക്കെ ജോലി ചെയ്യും. അവരോടൊന്നും ജോലി ചെയ്യാൻ അമ്മ പറയാറില്ലെങ്കിൽ പോലും അവർ ചെയ്യും. അതാണ് അവരുടെ മര്യാദ. ഇങ്ങനെ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. അമ്മയാണെങ്കിൽ പണ്ട് നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെല്ലുമ്പം അങ്ങനെ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന ഒരു സ്വഭാവമില്ല. ഇപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ എൻ്റെ വീട്ടിൽ പോയി നിൽക്കും. അപ്പോൾ ഞാനിങ്ങനെ ബെഡ് റെസ്റ്റ് എടുക്കാറുണ്ട്, ഫുൾ റെസ്റ്റ്. എൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് ചായ കൊണ്ടുവരിക, കഞ്ഞിവെള്ളം കൊണ്ടുവരിക, ചോറിൻ്റെ കയ്യിൽ കൊണ്ടുവരിക, അതൊക്കെയാണ് എനിക്ക് സന്തോഷമായിട്ടുള്ളൊരു കാര്യം. കുറേ വർഷങ്ങൾക്ക് ശേഷം അതിങ്ങനെ അനുഭവിക്കുമ്പോൾ അത് ഭയങ്കര ഒരു സുഖമാണ്. അത് എത്ര പേർക്ക് അത് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ആതിരെ അടുത്ത് ചോദിക്കും, നിനക്ക് വേണ്ട ഈ സുഖം? അപ്പോൾ ആതിരെ ഇങ്ങനെ ചിരിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനും അമ്മയും കൂടെ അമ്മയ്ക്ക് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പോകണമായിരുന്നു. അങ്ങനെ എനിക്കും ഒരു മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒരു ഇൻസ്റ്റഗ്രാം വഴി വന്ന ഒരു ഓർഡറാണ്, കുറച്ച് ദിവസമായി വന്നിട്ട്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ഞാൻ പുനലൂരൊക്കെ പോയി തപ്പിയിട്ട് കിട്ടിയില്ല. അങ്ങനെ ഞാനും അമ്മയും കൂടെ പുളിമൂട്ടിൽ പോയി, കൊല്ലത്ത്. അവിടെ പോയിട്ട് നമ്മൾ മെറ്റീരിയലൊക്കെ എടുത്ത് പിന്നെ ഞാൻ സുപ്രീമിൽ പോയി കേട്ടോ. എനിക്ക് കുറച്ച് പലഹാരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി, കുറച്ച് പുറത്ത് കൊടുക്കാൻ, നമുക്ക് അല്ല വേറെ കൊടുക്കാനായിട്ട് പലഹാരം വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കൊരു ഷാർജയൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. ഞാൻ കുടിച്ചില്ല കേട്ടോ. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ കഴിക്കുന്നത് കണ്ടിട്ട് അവർ നോക്കിക്കത്തില്ല. അതുപോലെ അമ്മ കഴിക്കുന്നത് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. പക്ഷേ തണുപ്പ് കാരണം അമ്മ അത് പകുതി എന്നെ കൊണ്ട് കുടിപ്പിച്ച്. അമ്മയ്ക്ക് അത്രയും കുടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു, വീട്ടിൽ വന്നു. ഞങ്ങൾ ഒരു ദിവസത്തേക്കാണ് കേട്ടോ പോയത്. ഞായറാഴ്ച ഒരു ദിവസം നിന്നിട്ട് അന്ന് രാത്രി തിരിച്ചു കയറി പോരാനാണ് നിന്നത്. പക്ഷേ എൻ്റെ മൈഗ്രെയിൻ കാരണം സച്ചു പറഞ്ഞു കുഴപ്പമില്ല, സച്ചു ലീവ് എടുക്കാം. അങ്ങനെ കിക്കിമോളും ക്ലാസ്സിൽ അന്ന് ടീച്ചറിനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച ഒരു ദിവസത്തേക്ക് വന്ന നമ്മൾ തിങ്കളാഴ്ച രാത്രിയിലാണ് കേട്ടോ തിരിച്ചു പോകുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നാട്ടിലിങ്ങനെ പോകുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേ. എനിക്ക് തലവേദന കാരണം വേറൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.